പല പ്രതികളും രക്ഷപ്പെടുകയാണ്, സുഖമായി കൂളായി ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവും ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമോ എന്ന് തന്നെയാണ്. റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായത് കാട്ടി വാസു സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിജിലൻസ് കോടതി ഇന്ന് വാദം കേൾക്കും. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിലും വാദം തുടരും. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും എം മനോജ് ചേരുകയാണ്. മനോജ്, ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് അറിയേണ്ടത് എൻ വാസുവും പുറത്തേക്ക് എപ്പോൾ ഇറങ്ങും എന്നാണ്. ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല, കാരണം സ്വാഭാവിക ജാമ്യമാണ്. ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക SITയുടെ അന്വേഷണ സംഘത്തിൻ്റെ കൃത്യമായ രീതിയിലുള്ള പഴുതുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യക്ഷമമില്ലാതെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണിത്, അല്ലേ? KP കഴിഞ്ഞ ദിവസമാണ് ഈ എൻ വാസു കട്ടിളപ്പാളി കേസിൽ ജാമ്യ ഹർജി സമർപ്പിച്ചത്. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ നവംബർ 11-നാണ് ഈ എൻ വാസു അറസ്റ്റിലാകുന്നത്. അതിനുശേഷം 90 ദിവസം കഴിഞ്ഞതോടെ കഴിഞ്ഞ ദിവസം ഈ ജാമ്യ ഹർജി സമർപ്പിച്ചു. ഇന്നാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉൾപ്പെടെ ജാമ്യം നൽകിയ വിജിലൻസ് കോടതി എൻ വാസുവിനും ജാമ്യം അനുവദിച്ച് നൽകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇന്ന് പരിഗണിക്കുകയാണെങ്കിൽ, അതായത് സ്വാഭാവിക ജാമ്യമായതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് തന്നെ ജാമ്യം അനുവദിക്കാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് വിധി പറയാൻ മാറ്റിവെക്കുവാനും സാധ്യതയുണ്ട്. എന്തായാലും സാധ്യത ഇന്ന് ജാമ്യം നൽകാനാണ്. എന്തായാലും എൻ വാസുവും അങ്ങനെ 5ാമത്തെ ആളായി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഈ കേസിൽ. അതായത് 3ാം പ്രതിയാണ്. ഈ കട്ടിളപ്പാളി കേസിൽ മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം മുൻ കമ്മീഷണറുമായിരുന്നു. CPM-ന്റെ ഒരു പ്രതിനിധിയായിരുന്നു. CPM നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരാൾ കൂടെ ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിന്ന് ഈ ജാമ്യം നേടി ജയിൽമോചിതനാകാൻ പോകുകയാണ്. ഇതിന്റെ പ്രധാന കാരണം SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷന് വാദിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത്തരത്തിലൊരു കാര്യം അത് SIT ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിക്ക് പ്രതികളോട് വിവേചനം കാണിക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായും എൻ വാസുവിന് ജാമ്യം അനുവദിച്ച് നൽകും. ഇതിന് പിന്നാലെ തന്നെ KS ബൈജു നേരത്തെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ അടുത്ത ദിവസം പരിഗണിക്കുന്നുണ്ട്. KS ബൈജുവിനും എൻ വാസുവിനും ഇനി പിന്നാലെ വരുന്ന A പത്മകുമാറിന് ഉൾപ്പെടെ ജാമ്യം അനുവദിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മനോജ് പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്വാഭാവിക നടപടിക്രമങ്ങളിലേക്കാണ് കോടതിക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരായി 5ാമനും 6ാമനും 7ാമനും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സാധ്യതയുമുണ്ട്. അപ്പം ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിലും ഇന്ന് വാദം തുടരുമല്ലേ? സമർപ്പിച്ചിട്ടുള്ള ജാമ്യ ഹർജികൾ 2 കേസുകളിലുമായി ജാമ്യ ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ജാമ്യ ഹർജികൾ പരിഗണിച്ചു. പ്രതിഭാഗം വാദം പൂർത്തിയായിരുന്നു. ഇന്ന് നടക്കുക ഈ പ്രോസിക്യൂഷൻ വാദമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ലെന്നും ഈ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടൽ ഉള്ളതെന്നും ഈ പ്രതിഭാഗം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ SIT ഇതിനെതിരെയാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായി ബന്ധമുണ്ടെന്നും അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ തന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമല്ലെന്നും ഒക്കെ SITയുടെ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ഇതിനൊക്കെ എതിർവാദം ഈ പ്രതിഭാഗം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അഡ്വക്കേറ്റ് B രാമൻപിള്ളയാണ് കഴിഞ്ഞ ദിവസം ഓൺലൈനായി തന്ത്രിക്ക് വേണ്ടി ഹാജരായത്. ഇന്ന് ഈ പ്രതിഭാഗം വാദം പൂർത്തിയായ സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ വാദമാണ് നടക്കുക. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം കടുത്ത രീതിയിൽ തന്നെയാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കുന്നത്. പക്ഷേ മറ്റുള്ള പ്രതികളുടെ കാര്യത്തിൽ ഈ തരത്തിലൊന്നും കാണുന്നില്ല എന്നുള്ള ഒരു ആരോപണം കൂടെ ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രോസിക്യൂഷൻ വാദം നടക്കുക. ശരി.